ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നൂൽപുട്ട് കഴിക്കാൻ വല്ലാത്തൊരു കൊതി. അപ്പോൾ തന്നെ വെള്ളക്കടുപ്പത്ത് വെച്ച് പൊടിയൊക്കെ വാട്ടി നൂൽപുട്ടിനുള്ള മാവൊക്കെ സെറ്റാക്കി. അല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നടന്നിട്ടില്ലെങ്കിൽ ഒരു സങ്കടമാണ്. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല കേട്ടോ, ഇങ്ങനത്തെ കുട്ടി കുട്ടി ആഗ്രഹങ്ങൾ അത് പെട്ടെന്ന് സാധിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു സങ്കടമാണ്. ഈ നൂൽപുട്ടിൽക്കൊരു കോമ്പിനേഷനായിട്ട് വരുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണല്ലോ. പക്ഷേ ഇവിടെ മോൻക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ അവനിനി എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ. ആ, എന്തേലൊക്കെ ആവട്ടെ, അപ്പോൾ എന്തേലൊക്കെ കറിയൊക്കെ കൊടുത്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ നൂൽപുട്ടൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ നമ്മളെ കിട്ടൂല. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി. പക്ഷേ കഴിക്കുന്നതിന് മുമ്പൊരു ടാസ്ക് ഉണ്ട്. ദാ ഈ പാത്രങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ആര് കഴുകും? നമ്മൾ തന്നെ കഴുകണം. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി തീർക്കട്ടെ. ഈ പാത്രം കഴുകുന്ന ജോലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും പണി അത് കഴിഞ്ഞിട്ടുള്ള ഈ പാത്രങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കലും കഴുകി വെക്കലും ക്ലീൻ ആക്കലൊക്കെയാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനുള്ള തേങ്ങയൊക്കെ ചിരകാൻ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് മലക്ക് പോയി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന പൊരി ഉണ്ടായിരുന്നു കേട്ടോ. പൊരി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഏതായാലും ഇത് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളൊക്കെ ലീവുള്ളപ്പോൾ ഉമ്മാൻ്റെ കൂടെ മോനും ഉമ്മയും കൂടി മുറ്റത്തൊക്കെ ഒന്ന് നടക്കുക എന്നുള്ളത് ഒരു പതിവാണ്. അപ്പോൾ അവന് കൊണ്ടുവന്നാണ് ഈ പച്ചമുളക്, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. പിന്നെതാ നമ്മുടെ നൊസ്റ്റു ഐറ്റം മാങ്ങ ഉപ്പിലിട്ടത്. ഇത് ഇന്നലേക്ക് രാത്രി കൊണ്ടുവന്നാണ്. ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ സൈഡിൽ എനിക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. മോന് സോപ്പും ഉണ്ട്, എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവന് രണ്ട് ചീത്തയും പറഞ്ഞ് കൈയൊക്കെ കഴുകിപ്പിക്കുകയാണ്. എന്താ അല്ലേ പണി വരുന്ന ഓരോ വഴികളെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.